മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയടക്കമുള്ള പ്രതികൾക്ക് ഈ ആഴ്ച സമൻസ് നൽകിയേക്കും. SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ നമ്പറിട്ട് സമൻസ് നൽകുന്ന നടപടിയാണ് ഇനി പൂർത്തിയാകാനുള്ളത്. SFIO റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതോടെ ഇനിയുള്ള പ്രധാന നടപടി സമൻസ് നൽകി പ്രതികളെ വിളിച്ചു വരുത്തുകയാണ്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയാണ് വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റിപ്പോർട്ട് സ്വീകരിച്ചത്. കേസിലെ 1 മുതൽ 13 വരെയുള്ള പ്രതികളും സമൻസ് കൈപ്പറ്റി കോടതിയിൽ ഹാജരാകണം. നിലവിൽ RC നമ്പറിലുള്ള കേസിൽ സെഷൻസ് കേസ് നമ്പറിട്ട് എല്ലാ പ്രതികൾക്കും സമൻസ് നൽകും. അതീവ സുരക്ഷയിലായിരുന്നു SFIO ജില്ലാ കോടതിയിൽ കുറ്റപത്രം നൽകിയത്. വിചാരണ നടപടികൾക്ക് മുമ്പായി സാക്ഷികൾക്കും സമൻസ് നൽകും. 72 സാക്ഷികളും 114 രേഖകളുമാണ് കുറ്റപത്രത്തിലുള്ളത്. CMRL MD ശശിധരൻ കർത്ത 1-ാം പ്രതിയും വീണ 11-ാം പ്രതിയുമാണ്. കുറ്റപത്രത്തിനൊപ്പം നൽകിയ മാസപ്പടി ഡയറിയാണ് അനുബന്ധ തെളിവുകളിൽ പ്രധാനം. മാസപ്പടി കൈപ്പറ്റിയ നേതാക്കളുടെ ചുരുക്കപ്പേരുകളാണ് ഡയറിയിലുള്ളത്. വിചാരണ ഘട്ടത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കാൻ പോകുന്നതാണ് മാസപ്പടി ഡയറി. CMRLന്റെ 182 കോടി രൂപയുടെ കള്ളക്കണക്കുകളിലെ പണമാണ് കൈക്കൂലിയായി വകമാറ്റിയതെന്നാണ് കണ്ടെത്തൽ. നൽകാത്ത സേവനത്തിന് 2,72,00,000 രൂപ CMRL നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കൈപ്പറ്റിയതായി SFIO കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.